BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ച അർമീനിയയുടെ നടപടിയെ ബഹ്റൈൻ സ്വാഗതം ചെയ്തു. പലസ്തീൻ ജനതയുടെ സ്വാതന്ത്ര്യത്തിനും സ്വയം നിർണയാവകാശത്തിനും സ്വതന്ത്ര രാഷ്ട്രം സ്ഥാപിക്കുന്നതിനുമുള്ള അന്താരാഷ്ട്ര അംഗീകാരത്തെ പിന്തുണയ്ക്കുന്നതിനുള്ള മികച്ച ചുവടുവയ്പ്പാണിതെന്ന് പ്രസ്താവനയിൽ പറഞ്ഞു. ഗസയിലെ വിനാശകരമായ മാനുഷിക സാഹചര്യത്തിലും നിലവിലുള്ള സൈനിക നടപടികളിലും ആശങ്ക പ്രകടിപ്പിക്കുകയും സിവിലിയന്മാർക്കെതിരായ ആക്രമണത്തെ തള്ളിക്കളഞ്ഞുമാണ് അർമീനിയൻ വിദേശകാര്യ മന്ത്രാലയം വെബ്സൈറ്റിൽ പ്രസ്താവന പ്രസിദ്ധീകരിച്ചത്. അന്താരാഷ്ട്ര നിയമങ്ങളോടുള്ള ജനങ്ങളുടെ പ്രതിബദ്ധതയും ജനങ്ങളുടെ സമത്വം, പരമാധികാരം, സമാധാനപരമായ സഹവർത്തിത്വം എന്നിവയുടെ തത്വങ്ങളും മുൻനിർത്തിയാണ് അർമീനിയ റിപ്പബ്ലിക് പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നതെന്നും പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി. ബഹ്റൈനിൽ പൂന്തോട്ടങ്ങൾ, പാർക്കുകൾ, നടപ്പാതകൾ എന്നിവയുടെ പ്രവേശന ഫീസ് ഇനി മുതൽ ഡിജിറ്റലായി ഈടാക്കും. നിലവിലെ ഫീസ് ഈടാക്കുന്ന രീതി മാറ്റാനുള്ള നിർദ്ദേശത്തിന് മുനിസിപ്പൽ കാർഷിക മന്ത്രി വായിൽ ബിൻ നാസർ അൽ മുബാറക്ക് അംഗീകാരം നൽകിയതിനെ തുടർന്നാണിത്. ഇതിനായി പ്രത്യേക ആപ്പ് ഉടൻ പുറത്തിറക്കുമെന്നും പേ മെഷീനുകൾ സ്ഥാപിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ നടന്നുവരികയാണെന്നും മന്ത്രി പറഞ്ഞു. ഒരാൾക്ക് 300 ഫീൽസും 100 ടിക്കറ്റുകൾക്ക് 25 ബഹ്റൈൻ ദിനാറുമാണ് ഫീസ് നിരക്ക്. വികലാംഗർ, 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ, 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, വിദ്യാർത്ഥികൾ എന്നിവർക്ക് ഫീസിൽ ഇളവുണ്ട്. കായിക പ്രേമികൾക്ക് നിശ്ചിത സമയങ്ങളിൽ ഇളവ് ലഭിക്കും. നേരത്തെ പ്രവേശന നിരക്ക് ഈടാക്കിയിരുന്ന മുനിസിപ്പൽ സൗകര്യങ്ങളിൽ മാത്രമേ പുതിയ സേവനം ലഭ്യമാകൂവെന്നും സദേൺ മുനിസിപ്പൽ കൗൺസിൽ ചെയർമാൻ അബ്ദുൽ ലത്തീഫ് അറിയിച്ചു. KMCC ബഹ്റൈൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ പ്രവർത്തനോദ്ഘാടനം പ്രതീക്ഷ 2024 സംഘടിപ്പിച്ചു. മനാമ KMCC പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി സംസ്ഥാന പ്രസിഡന്റ് ഹബീബ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് മഞ്ചേശ്വരം അധ്യക്ഷത വഹിച്ചു. മഞ്ചേശ്വരം MLA KM അഷ്റഫ് മുഖ്യ പ്രഭാഷണം നടത്തി. 2024-25 വർഷത്തേക്കുള്ള കർമ്മ പദ്ധതി മുസ്തഫ സുഗതഘട്ട് അവതരിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി മെമ്പർമാരുടെ 10-12 ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നൽകുന്ന പഠനോപകരണങ്ങളുടെ വിതരണ ഉദ്ഘാടനവും അൽഹിലാൽ ഹോസ്പിറ്റലുമായി സഹകരിച്ചുകൊണ്ട് കാസർഗോഡ് ജില്ലാ KMCC പ്രവർത്തകർക്കുള്ള ഡിസ്കൗണ്ട് കാർഡിന്റെ ലോഞ്ചിങ്ങും ചടങ്ങിൽ നടന്നു. ജില്ലാ കമ്മിറ്റി പ്രഖ്യാപിച്ച ബിസിനസ് അവാർഡ് ഖലീൽ സ്പെക്ടത്തിന് MKM അഷ്റഫ് MLA നൽകി. സാമൂഹിക സാംസ്കാരിക ചാരിറ്റി മേഖലയിൽ തിളങ്ങി നിൽക്കുന്നവരെ ചടങ്ങിൽ ആദരിച്ചു. ലത്തീഫ് ഉപ്പള, റിയാസ് കാസാറേബ്യ, അബ്ദുൾ റസാഖ് ഹാജി, ഷാഫി പാറക്കട്ട, സലീം തളങ്കര, റഹീം ബാവക്കുഞ്ഞ്, ഷംസു ചിക്കറ്റ് അറേബ്യ, കലന്തർ, യൂസുഫ് ഉപ്പള, PK ഹനീഫ് തുടങ്ങിയവർ ആദരവ് ഏറ്റുവാങ്ങി. മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഷ്റഫ് എടനീർ, KMCC ബഹ്റൈൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അസൈനാർ കളത്തിങ്കൽ, സമസ്ത ബഹ്റൈൻ ജനറൽ സെക്രട്ടറി അബ്ദുൾ വാഹിദ്, KMCC ബഹ്റൈൻ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ ഷാഫി പാറക്കട്ട, സലീം തളങ്കര തുടങ്ങിയവർ സംസാരിച്ചു. അബ്ദുള്ള പുത്തൂർ, ഖാദർ പോവൽ, ഖലീൽ ചെമ്നാട്, ഹാഫിസ് തളങ്കര, മഫ്രൂ തൃക്കരിപ്പൂർ, സലീം കാഞ്ഞങ്ങാട്, റിയാസ് കാഞ്ഞങ്ങാട് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ജില്ലാ ജനറൽ സെക്രട്ടറി റിയാസ് പട്ല സ്വാഗതവും ട്രഷറർ അച്ചു ചോവൽ നന്ദിയും പറഞ്ഞു. ബ്ലഡ് ഡൊണേഴ്സ് കേരള ബഹ്റൈൻ ചാപ്റ്റർ, വേൾഡ് മലയാളി ഫെഡറേഷൻ, ബഹ്റൈൻ നാഷണൽ കൗൺസിലും സംയുക്തമായി കിങ് ഹമദ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ ബ്ലഡ് ബാങ്കിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പിൽ 83 പേർ രക്തം നൽകി. BDK ബഹ്റൈൻ പ്രസിഡന്റ് റോജി ജോൺ, ജനറൽ സെക്രട്ടറി സിബിൻ ജോയ്, അസിസ്റ്റന്റ് ട്രഷറർ രേഷ്മ ഗിരീഷ്, വൈസ് പ്രസിഡന്റ് സുരേഷ് പുത്തൻപിള്ളയിൽ, ജോയിന്റ് സെക്രട്ടറി ധന്യ വിനയൻ, നിതിൻ ശ്രീനിവാസ്, സുനിൽ മനവളപ്പിൽ, വിനീത വിജയൻ തുടങ്ങിയവർ പങ്കെടുത്തു. ബഹ്റൈനിൽ ജോലി ചെയ്തു വരികയും മാസങ്ങൾക്ക് മുൻപ് ക്യാൻസർ ബാധിതനായി ചികിത്സയ്ക്കായി നാട്ടിലേക്ക് പോവുകയും പിന്നീട് മരണപ്പെടുകയും ചെയ്ത നിലമ്പൂർ അകമ്പാടം സ്വദേശി കുരിമണ്ണിൽ ജംഷീദിന്റെ കുടുംബത്തിലുള്ള സഹായം കനോലി നിലമ്പൂർ ബഹ്റൈൻ കൂട്ടായ്മയുടെ ഭാരവാഹികൾ കൈമാറി. കൂട്ടായ്മയിലെ അംഗമായിരുന്ന ജംഷീദ് മാസങ്ങൾക്ക് മുൻപാണ് ചികിത്സയ്ക്കായി നാട്ടിലേക്ക് പോയത്. പിതാവും മാതാവും സഹോദരിയും ഭാര്യയും 2 കുട്ടികളുമുള്ള കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്നു ജംഷീദ്. കൂട്ടായ്മയിലെ അംഗങ്ങളും അഭ്യുദയകാംക്ഷികളും ചേർന്ന് സമാഹരിച്ച തുക ജംഷീദിന്റെ 2 മക്കളുടെയും പേരിൽ ബാങ്കിൽ നിക്ഷേപിച്ചു. കൂട്ടായ്മയുടെ പ്രസിഡന്റ് ഷബീർ മുക്കൻ, ചാരിറ്റി വിംഗ് കൺവീനർ റസാഖ് കരളായി, സ്പോർട്സ് വിംഗ് കൺവീനർ ആഷിഫ് വടപുറം, മുൻ ചാരിറ്റി വിംഗ് കൺവീനർ ബഷീർ വടപുറം എന്നിവർ ചേർന്ന് ജംഷീദിന്റെ വീട്ടിലെത്തി ചെക്ക് കൈമാറി.
മനാമയിൽ തീപിടുത്തത്തെ തുടർന്ന് പ്രയാസം അനുഭവിക്കുന്ന അർഹരായ ആളുകൾക്കിടയിൽ വിതരണം ചെയ്യുന്നതിനായി ക്യാപിറ്റൽ ഗവർണറേറ്റ് ചാരിറ്റി ഡ്രൈ ഫുഡ് കിറ്റുകൾ ക്യാപിറ്റൽ ഗവർണറേറ്റ് ഡയറക്ടർ ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ഫോളോ അപ്പ് യൂസുഫ് ലോറി ബഹ്റൈൻ KMCC ഏൽപ്പിച്ചു. KMCC ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ ആക്ടിംഗ് പ്രസിഡന്റ് AP ഫൈസലിന്റെയും ജനറൽ സെക്രട്ടറി അസൈനാർ കളത്തിങ്കലിന്റെയും നേതൃത്വത്തിൽ കിറ്റുകൾ ഏറ്റുവാങ്ങി. സോക്കിലെ അഗ്നിബാധയെ തുടർന്ന് ഒരാഴ്ചക്കാലമായി ദുരിതം അനുഭവിക്കുന്ന ദുരിതബാധിതർക്ക് വലിയ ആശ്വാസമായിരുന്നു ഈ കിറ്റുകൾ. ഇന്ത്യക്കാർക്ക് പുറമെ പ്രയാസം അനുഭവിക്കുന്ന ബംഗ്ലാദേശികൾ ഉൾപ്പെടെ മറ്റ് രാജ്യക്കാർക്ക് കൂടി KMCC ഓഫീസിലെത്തി കിറ്റുകൾ സ്വീകരിച്ചു. വൺ ബഹ്റൈൻ ഹോസ്പിറ്റൽ ജനറൽ മാനേജർ ആന്റണി പൗലോസ്, സാമൂഹിക പ്രവർത്തക അനാട്ട, ജമിയത്തുൽ ബോറ ഇസ്ലാമിയ ബഹ്റൈൻ പ്രസിഡന്റ് ഹുസൈഫ നൊമാനി, അബ്ബാസ് ആക്കിയുദ്ദീൻ, സ്റ്റേറ്റ് KMCC ഭാരവാഹികളായ KP മുസ്തഫ, ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങര, ഷാഫി പാറക്കട്ടെ, ഗഫൂർ കൈപ്പമംഗലം, OK കാസിം, സലീം തളങ്കര, റഫീഖ് തോട്ടക്കര, ഷരീഫ് വില്യാപ്പള്ളി എന്നിവർ സന്നിഹിതരായിരുന്നു. 10ാമത് അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് ഇന്ത്യൻ ലേഡീസ് അസോസിയേഷൻ സ്നേഹയിലെ കുട്ടികൾക്കായി പ്രത്യേക യോഗാ സെഷൻ സംഘടിപ്പിച്ചു. ഡൈജസ്റ്റീവ് ഹെൽത്ത് സ്പെഷ്യലിസ്റ്റും യോഗാധ്യാപികയുമായ നീലഞ്ച ഭരദ്വാജിന്റെ വിദഗ്ധ മാർഗനിർദ്ദേശത്തിലാണ് പരിപാടി നടന്നത്. ടെൻഷൻ നിറഞ്ഞ ജീവിതക്രമത്തിൽ യോഗയുടെ പ്രാധാന്യം ILA പ്രസിഡന്റ് കിരൺ മാംഗ്ലെ ഊന്നി പറഞ്ഞു. മെച്ചപ്പെട്ട വഴക്കം, കുറഞ്ഞ സമ്മർദ്ദം, വർദ്ധിച്ച ശക്തി, മെച്ചപ്പെട്ട മാനസിക വ്യക്തത, അത്യാവശ്യമായ ശ്വസന രീതികൾ എന്നിവയുൾപ്പെടെ യോഗയുടെ നിരവധി ഗുണങ്ങൾ പങ്കെടുത്തവർക്ക് അനുഭവവേദ്യമായെന്നും സംഘാടകർ അറിയിച്ചു. കാലിക്കറ്റ് സർവകലാശാല ബിരുദദാന ചടങ്ങിനായി തയ്യാറാക്കിയ 2021 ബാച്ച് ബിരുദ വിദ്യാർത്ഥികൾക്ക് അനുവദിച്ച കൺസോളിഡേറ്റഡ് ഗ്രേഡ് കാർഡുകളിലും പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റുകളിലും വ്യാപക തെറ്റെന്ന് വിമർശനം. കോംപ്ലിമെന്ററി പേപ്പറുകൾ തെറ്റായി രേഖപ്പെടുത്തിയതും കൺസോളിഡേറ്റഡ് ഗ്രേഡ് കാർഡുകളിലെ വിഷയങ്ങൾ തെറ്റായി ലേബൽ ചെയ്യുന്നതുമാണ് പിഴവിനിടയാക്കിയതെന്നാണ് വിമർശനമുയർന്നിരിക്കുന്നത്. കോംപ്ലിമെന്ററി 1, കോംപ്ലിമെന്ററി 2 എന്നിവയുടെ ക്രമം പരസ്പരം മാറി. ബിരുദാനന്തര ബിരുദ പ്രവേശനത്തിന് അപേക്ഷിക്കുമ്പോഴാണ് വിദ്യാർത്ഥികൾക്ക് ഈ പിശക് മനസ്സിലായത്. ഗ്രേഡ് കാർഡുകളിലും ബിരുദ സർട്ടിഫിക്കറ്റുകളിലും കോംപ്ലിമെന്ററി വിഷയങ്ങൾ തെറ്റായി രേഖപ്പെടുന്നത് വിദ്യാർത്ഥികളുടെ ഉന്നത വിദ്യാഭ്യാസത്തിനും തൊഴിൽ സാധ്യതകൾക്കും പ്രതിസന്ധിയാകുമെന്ന ആശങ്കയും ഉയർന്നിട്ടുണ്ട്. ഇത് സംബന്ധിച്ച അന്വേഷണങ്ങൾക്ക് വ്യത്യസ്തമായ വിശദീകരണങ്ങളാണ് പരീക്ഷാ ഭവൻ ഉദ്യോഗസ്ഥർക്ക് നൽകുന്നത്. മലബാർ മേഖലയിൽ 3.25 ലക്ഷം വിദ്യാർത്ഥികൾ സീറ്റില്ലാതെ പുറത്തു നിൽക്കുന്നതിനിടെ സംസ്ഥാനത്ത് +1 ക്ലാസുകൾ ഇന്ന് ആരംഭിക്കുന്നു. പ്രവേശനം ലഭിക്കാത്ത കുട്ടികളുടെ കാര്യത്തിൽ 3 അലോട്ട്മെന്റുകൾ അടങ്ങുന്ന മുഖ്യഘട്ട പ്രവേശനം പൂർത്തിയായിട്ടും തീരുമാനമെടുക്കാത്ത സർക്കാർ മലബാർ മേഖലയിൽ ആവശ്യമായ സീറ്റുണ്ടെന്ന് കണക്ക് നിരത്താനാണ് ശ്രമിച്ചത്. 3ാം അലോട്ട്മെന്റിൽ ബാക്കിയുള്ള സീറ്റിലേക്കുള്ള 2 സപ്ലിമെന്ററി അലോട്ട്മെന്റുകളാണ് ഇനി ശേഷിക്കുന്നത്. ശേഷിക്കുന്ന സീറ്റുകളുടെ 3 ഇരട്ടി വിദ്യാർത്ഥികളാണ് മലബാറിൽ പുറത്തിരിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി നിരത്തിയ കണക്കുകൾ പൊളിയുകയും SFI ഉൾപ്പെടെ സംഘടനകൾ സമരരംഗത്തിറങ്ങുകയും ചെയ്തതോടെ വിദ്യാർത്ഥി സംഘടനകളെ ചർച്ചയ്ക്ക് വിളിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2-ന് സെക്രട്ടേറിയറ്റ് അനക്സിലാണ് മന്ത്രി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിലുള്ള ചർച്ച നടക്കുന്നത്. ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് ഉള്ളത്. ശക്തമായ തിരമാലയ്ക്കും മോശം കാലാവസ്ഥയ്ക്കും തുടരുന്നതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് IMAC കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.